നമ്മുടെ കൊച്ചി ഭദ്രാസന ഓൺലൈൻ സൺഡേ സ്കൂൾ പ്രോഗ്രാം 5 ആഴ്ചകൾ പിന്നിട്ടിരിക്കും. ദൈവകൃപയാൽ ഒരുപാട് പേരുടെ അധ്വാനം വഴി ആവോളം ഭംഗിയായി ഈ പരിപാടി നടക്കുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിന് വക നൽകുന്നു. സ്കൂളിൽ പോയി ക്ലാസ് റൂം അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതിനാൽ നമുക്ക് ഒരു പ്രത്യേക ക്രമീകരണം എന്നുള്ള നിലയിലാണ് ഈ ഓൺലൈൻ സൺഡേ സ്കൂൾ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. അതിൽ കുഞ്ഞുങ്ങൾ സഹകരിക്കുന്നു, അധ്യാപകർ സഹകരിക്കുന്നു എന്നുള്ളത് ശുഭോദർക്കമാണ്. ഇത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. ഈ ദിവസങ്ങളിൽ നടത്തിയ ക്ലാസുകളെല്ലാം കാണാനും കേൾക്കാനും ഒക്കെ ഇടയായി. അതിനുവേണ്ടി നന്നായി തയ്യാറെടുത്ത അധ്യാപകരെ അഭിനന്ദിക്കുന്നു. എല്ലാം നേതൃത്വം കൊടുക്കുന്ന സൺഡേ സ്കൂൾ ഡയറക്ടർ കുറിയാക്കോസ് സാറിനെയും ഭദ്രാസന സൺഡേ സ്കൂൾ വൈസ് പ്രസിഡന്റായിരിക്കുന്ന ഇജു വർഗീസ് അച്ഛനെയും മറ്റെല്ലാ പ്രവർത്തകരെയും സംപ്രേഷണം ചെയ്യുന്ന സഹോദരനെയും ഞാൻ പൂർണ്ണ മനസ്സോടെ അഭിനന്ദിക്കും. നിങ്ങളുടെ എല്ലാം പ്രയത്നങ്ങൾക്ക് ദൈവം നല്ല പ്രതിഫലം തരട്ടെ. നമ്മൾ അധ്വാനിക്കുന്നത് ദൈവത്തിനു വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും കർത്താവിന്റെ വാത്സല്യമതികളായ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ്. അവരുടേതാണ് സഭ, നമ്മുടെ എല്ലാം കൂടെയാണ് സഭ. ഇവിടെ ഇന്നും നാളെയുമായി സഭയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട കുഞ്ഞുങ്ങൾ എങ്ങനെ വളരണമെന്ന് തീരുമാനിക്കുന്നതിൽ നമുക്കും ഒരു പങ്കുണ്ട്. അവരുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ നന്നായി ഇതിൽ പങ്കെടുക്കണം. നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ നന്നായി നിങ്ങൾ പരിശോധിച്ച് പഠിക്കണം. അതുപോലെ തന്നെ അധ്യാപകരും വേദപുസ്തകവും സഭാചരിത്രവും വേദവ്യാഖ്യാനവും അതോടൊപ്പം പാഠപുസ്തകങ്ങൾ നന്നായി പഠിച്ച് മനനം ചെയ്ത് അവരവരുടെ ചിന്തയും ചേർത്ത്, നമ്മൾ ഇത്രയൊക്കെ വായിക്കുമ്പോൾ ദൈവം നല്ല ചിന്തകൾ തരും. ആ ചിന്തകളും കൂടെ കൂട്ടിയിണക്കി വേണം നിങ്ങൾ പഠിപ്പിക്കാൻ പോകാൻ. കേവലം പുസ്തകജ്ഞാനം കൊണ്ട് മാത്രം പഠിപ്പിക്കാനോ സാധ്യമല്ല. നല്ല ചിന്തകൾ ദൈവം തരും. ആ ചിന്തകൾ കോർത്തിണക്കി പാഠഭാഗത്തോട് ചേർത്ത് വെളിച്ചത്തിൽ നിന്നുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ക്ലാസുകൾ നടത്താം. പ്രത്യേക നമ്മുടെ അഖില മലങ്കര സൺഡേ സ്കൂൾ ദിനമാണ്, സൺഡേ സ്കൂൾ ഡേ. അപ്പൊ അത് മനസ്സിലിരിക്കണം. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നല്ല ലോർഡ്സ് ഡേ ആണ് ഈ വർഷത്തെ സൺഡേ സ്കൂൾ ദിനം. ഈ ലോക്ക്ഡൌൺ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ സൺഡേ സ്കൂൾ ദിനമായി ആചരിക്കുകയും വളരെ ആഹ്ലാദകരമായ കുഞ്ഞുങ്ങൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. ഈ വർഷം ഇതൊന്നും നമുക്ക് സാധ്യമല്ലാതെ ഇരിക്കുന്നു. എങ്കിലും സൺഡേ സ്കൂൾ ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് സൺഡേ സ്കൂൾ ഡേ. നമ്മുടെ ആ കൂട്ടം കൂടുകയോ മീറ്റിങ്ങോ മാത്രമല്ലല്ലോ സൺഡേ സ്കൂൾ ഡേ എന്ന് പറഞ്ഞാൽ. ലോർഡ്സ് ഡേ എന്ന് പറഞ്ഞ പോലെ സൺഡേ സ്കൂളിനെ നമ്മൾ നെഞ്ചിലേറ്റ് സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അധ്യാപകർക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ലോകമെമ്പാടുമുള്ള മലങ്കര സഭ സൺഡേ സ്കൂൾ പ്രവർത്തകർക്ക് വേണ്ടി, for the whole family of Orthodox Sunday School. We pray for every one of them, all the Sunday schools in all the countries, all the Orthodox Sunday schools, all children, all teachers, all directors, everyone associated with the Malankara Orthodox Syrian Sunday School Association. Let us try to strengthen our Sunday School Association. In spite of the COVID-19 difficulties, let us all join together, work together to see that Sunday school activities, especially the Sunday online Sunday school program, is a grand success. If we all come together in one spirit, with one intention, with enthusiasm, our program can never fail. So let us all put our efforts together, pray together, learn together, and praise the Lord together. The Sunday School Day വിജയകരമായിട്ട് നമുക്ക് നടത്താം. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ
അതിന്റെ ചുമതലക്കാർ നിങ്ങളെ അറിയിക്കും. ഓരോ ആഴ്ച കഴിയുന്തോറും സൺഡേ സ്കൂൾ പാഠങ്ങൾ കുറെ കൂടെ റിഫൈൻഡ് ആയിട്ട് നന്നായിട്ട് വരുന്നതെന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. നമ്മൾ അനുഭവത്തിൽ നിന്നാണല്ലോ പഠിക്കുക. എക്സ്പീരിയൻസ് ഈസ് അവർ ഗ്രേറ്റ് ടീച്ചർ. അപ്പൊ ഓരോ ആഴ്ചത്തെ അനുഭവങ്ങളിലും ഫീഡ്ബാക്കും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കുറെ കൂടെ റിഫൈൻഡ് ആയിട്ട് മുമ്പോട്ട് പോകണം. ഒരു ഫീഡ്ബാക്ക് സെഷൻ കഴിഞ്ഞു, അടുത്തത് അറിയിക്കുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യണം. ഫീഡ്ബാക്ക് ലഭിക്കുന്ന നമുക്ക് വലിയൊരു പ്രചോദനമാണ്, ഇൻസ്പിറേഷൻ തരുന്നതാണ്. ആ ഫീഡ്ബാക്ക് അനുസരിച്ച് വേണം അടുത്ത ലെസൺ കാര്യങ്ങളൊക്കെ ആകാൻ. കൂടാതെ നമുക്ക് 1 മാസം ആകുമ്പോഴേക്കും നമ്മുടെ എക്സാമിനേഷൻ കാലമാകും. ക്ലാസ്സുകൾ ഓൺലൈൻ ആയിരുന്നു, എക്സാമിനേഷനും ഓൺലൈൻ തന്നെ ആയിരിക്കും. ഇതെല്ലാം സൺഡേ സ്കൂൾ അസോസിയേഷന്റെ അനുവാദത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതിന്റെ ഡയറക്ടർ ജനറൽ DG ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ, അദ്ദേഹത്തിന്റെയും ആശീർവാദത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ സഹകരിക്കണം. കാരണം കുറെ ആളുകൾ ഇതിനകത്ത് കഷ്ടപ്പെടുന്നുണ്ട്. കുഞ്ഞുങ്ങളും അധ്യാപകരും അതെല്ലാം മനസ്സിലാക്കണം. ഒരുപിടി ആളുകൾ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം ഇത്രയും ഭംഗിയായിട്ട് നടക്കുന്നത്. ദൈവാനുഗ്രഹത്താൽ അത് ഭംഗിയായിട്ട് മുമ്പോട്ട് പോകും. കോവിഡിന്റെ പ്രയാസം എത്ര നാൾ നിൽക്കുമെന്ന് നമുക്ക് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല, ദൈവം അറിയും. അത്രയും കാലം ഇങ്ങനെയൊക്കെ നമ്മളെ ബെസ്റ്റ് പോസിബിൾ, ബെസ്റ്റ് മീൻസ് പോസിബിൾ, ഒരുപാട് അസാധ്യതകൾ മുമ്പിൽ കാണുന്നുണ്ടെങ്കിലും ആവോളം നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാം. കുഞ്ഞുങ്ങൾ ഈ പാഠങ്ങൾ നന്നായിട്ട് പഠിക്കുകയും അതിന്റെ ഹോംവർക്കൊക്കെ ഭംഗിയായിട്ട് ചെയ്യുകയും ടീച്ചേഴ്സിനെ അറിയിക്കുകയൊക്കെ ചെയ്യണം. അതിൽ ഹിംസ് പാട്ടുകൾ പഠിക്കുന്നവർ ആരാധനാഗീതങ്ങളും അല്ലാത്തതൊക്കെ പഠിക്കണം. തന്നെ ഇരിക്കുമ്പോൾ അത് മൂളിപ്പാട്ട് പോലെ പാടുകയും വേണം. നിങ്ങൾ പഠിക്കുന്ന നല്ല ഡിവോഷണൽ സോങ്സ് തന്നെ ഇരിക്കുമ്പോൾ പാടണം. അത് നമുക്ക് അനുഗ്രഹമാണ്. പേരൻസും അത് എൻകറേജ് ചെയ്യണം. സൺഡേ സ്കൂളിലെ എല്ലാ പ്രവർത്തകരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് 2 തിരുനാളുകൾ അടുത്തു വരുന്നു. ഒന്ന് 6th of August ഈസ് ദി ഹോളി ട്രാൻസ്ഫിഗറേഷൻ ഡേ. അതോടൊപ്പം 15th of August ഈസ് ദി ഡോർമിഷൻ ഓഫ് സെയിന്റ് മേരി മദർ ഓഫ് ഗാഡ്, അതായത് ദൈവമാതാവിന്റെ വാങ്ങിപ്പ്. ഈ 2 പെരുന്നാളുകൾ അടുത്തടുത്ത് വരുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ നമുക്കും ആശ്രയിക്കാം, ശരണപ്പെടാം. മാതാവ് നമ്മുടെ ഗുരുവാണ്. വലിയ സ്കോളറായിരുന്നു ദൈവമാതാവ്. പഴയ നിയമം നന്നായിട്ട് പഠിച്ച ആളായിരുന്നു. ദൈവോത്രനെ വീട്ടിൽ പഠിപ്പിച്ച് വളർത്തിയ ആളാണ്. അമ്മയുടെ മടിയാണല്ലോ ആദ്യത്തെ സ്കൂൾ. അങ്ങനെ യേശു ക്രിസ്തുവിനെ വളർത്തി പഠിപ്പിച്ച ആളാണ് ദൈവമാതാവ്. അതുകൊണ്ട് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കാം. സെയിന്റ് മേരി ഈസ് അവർ ടീച്ചർ, ഷീസ് അവർ പ്രൊഫസർ. നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു അന്നത്തെ നിലയ്ക്ക്. അതുകൊണ്ട് ഈ തിരുനാളുകൾ നമുക്ക് ഭംഗിയായി ഇപ്പോഴത്തെ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് ഈ തിരുനാളുകൾ ആഘോഷിക്കണം. ദൈവകാരുണ്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ സെക്യുലർ ആൻഡ് ചർച്ച് എഡ്യൂക്കേഷൻ എല്ലാം ഭംഗിയായിട്ട് നടക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. Guide me, Lord, a virtuous vine, always seeking Thee only, taking of all that I shall, trespass not to sinful way. Grant me, Lord, a virtuous mind, which reminds me day and night to fix my feet firmly in the way of Thy commandment. Lord, lover of all mankind, grant me such a peaceful mind. Establish, Lord, in my soul
ദൈവനാമം മഹത്വപ്പെടട്ടെ. സർവശക്തനും കാരുണ്യവാനും നമ്മുടെ രക്ഷകനുമായ ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പരിശുദ്ധ ബാബാ തിരുമനസിൻ്റെ പ്രത്യേക കൽപ്പന പ്രകാരം 2020 ഓഗസ്റ്റ് 9 ഞായറാഴ്ച സൺഡേ സ്കൂൾ ദിനമായി നാം ആചരിക്കുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ പിതാവ് ദിവ്യമായ ഒരു സന്ദേശം നമുക്ക് നൽകിയിട്ടുമുണ്ട്. ഈ ദിനം ഏറ്റവും ഭംഗിയായി ആചരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിന് പ്രധാനമായി 3 കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കണം. ഒന്നാമതായി, ക്രിസ്തു ശിഷ്യനായ മാർ തോമാസ് ശ്ലീഹായാൽ സ്ഥാപിതമായിരിക്കുന്ന ഈ സഭയ്ക്കു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിക്ക് വേണ്ടി, സഭയിലെ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി, എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കണം. രണ്ടാമത്, ഈ ദിനത്തിൽ സഭ ക്രമീകരിച്ചിരിക്കുന്ന സൺഡേ സ്കൂൾ കവർ കളക്ഷൻ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ തക്കവണ്ണം എല്ലാവരും പ്രയത്നിക്കണം. പ്രത്യേകിച്ച് അതാത് ഇടവക വികാരിയുടെ അനുവാദത്തോടുകൂടി അതിനു വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും സൺഡേ സ്കൂൾ അധ്യാപകർ നിർവഹിക്കണം. മൂന്നാമതായി, നമ്മുടെ ഭദ്രാസനത്തിലെ എല്ലാ ഇടവകളിലെയും കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് അതാത് ഇടവകളിലെ ഹെഡ്മാസ്റ്റർ, ഹെഡ്മിസ്ട്രസ്, ടീച്ചേഴ്സ് പ്രത്യേകമായി ശ്രദ്ധിക്കണം. പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അതാത് ക്ലാസ്സിലെ ടീച്ചേഴ്സ് ഫോണിൽ കൂടെ ബന്ധപ്പെടുകയും പ്രത്യേകിച്ച് ആ കുടുംബത്തിന്റെ ക്ഷേമം അന്വേഷിക്കുകയും വേണം. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ അവരെ പങ്കെടുപ്പിക്കുവാൻ തക്കവണ്ണമുള്ള പ്രത്യേകമായ ക്രമീകരണവും ടീച്ചേഴ്സ് നിർവഹിക്കണം. മറ്റൊരു പ്രധാന കാര്യം അറിയിക്കുവാനുള്ളത്, നമ്മുടെ ഇടവക മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ യാക്കോബ് മാർ ഐറീനസ് മെത്രാപ്പൊലീത്ത തിരുമനസിന്റെ പ്രത്യേക നിർദ്ദേശാനുസരണം 2020 ഓഗസ്റ്റ് 30 ഞായറാഴ്ച നമ്മുടെ ഭദ്രാസനത്തിലെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് മിഡ് ടേം എക്സാം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിന് വിശദമായ ക്രമീകരണങ്ങൾ ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളെ അറിയിക്കുന്നതാണ്. ഏവർക്കും സൺഡേ സ്കൂൾ ദിനത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. നമുക്കൊരുമിച്ച് സൺഡേ സ്കൂൾ ദിനത്തിനു വേണ്ടി നമ്മുടെ തലകളെ വണങ്ങാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അനുഗ്രഹീതമായ ഈ ദിവസം, പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ മുഴുവനായും സൺഡേ സ്കൂൾ ദിനം ആചരിക്കുന്ന ഈ ദിനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രത്യേക ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുയേശുവിൻ്റെ അരിമ ശിഷ്യനായ മാർ തോമാസ് ശ്ലീഹായുടെ പാദസ്പർശനമേറ്റ ഈ പുണ്യഭൂമിയിൽ അദ്ദേഹത്താൽ സ്ഥാപിതമായ ഈ പരിശുദ്ധ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെ സഭയെ പരിപാലിച്ച് വഴി നടത്തിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഇതിൻ്റെ നായകനും നടത്തിപ്പുകാരനുമായിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസിനെ അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. സഭയെ ശ്രേഷ്ഠമായി നയിക്കുവാൻ നൽകിയിരിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. സഭയിലെ എല്ലാ പിതാക്കന്മാരെയും സകല വൈദിക ശ്രേഷ്ഠരെയും വിശ്വാസികളെയും ഈ സമയം ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് അഭിവന്യ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെയും ഡയറക്ടർ ജനറൽ വർഗീസ് അച്ഛനെയും കേന്ദ്ര ഭദ്രാസന പ്രവർത്തകരായിരിക്കുന്ന മുഴുവൻ അംഗങ്ങളെയും അവിടുത്തെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
ഈ പ്രസ്ഥാനത്തിനു വേണ്ടി അധ്വാനിച്ചവരെയും ഇപ്പോൾ അധ്വാനിക്കുന്നവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കൊച്ചി ഭദ്രാസനത്തെ നയിക്കുന്ന ഞങ്ങളുടെ ഇടവക മെത്രാപ്പോലീത്ത അഭിമന്യ ഡോക്ടർ യാക്കോബ് അരേനിയോസ് തിരുമേനിയെയും ഭദ്രാസനത്തിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും എല്ലാ ഇടവകകളെയും മുഴുവൻ വിശ്വാസികളെയും പ്രത്യേകിച്ച് ഭദ്രാസന ഡയറക്ടർ, ഭദ്രാസന സെക്രട്ടറി, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടേഴ്സ്, സെക്രട്ടറീസ്, ഹെഡ്മാസ്റ്റേഴ്സ്, ഹെഡ്മിസ്ട്രസ്, എല്ലാ ഇടവകളിലെയും അധ്യാപകന്മാരെയും കുഞ്ഞുങ്ങളെയും ഈ സമയം അവിടുത്തെ തൃക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ദൈവമേ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എല്ലാ മാതാപിതാക്കന്മാരെയും അല്പമായോ അധികമായോ ഇതിനു വേണ്ടി അധ്വാനിക്കുന്നവരെയും പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ക്ലാസ് വളരെ ഭംഗിയായി ക്രമീകരിക്കുവാൻ തക്കവണ്ണം പ്രയത്നിക്കുന്നവരെയും ഇതിൻ്റെ ഫാക്കൽറ്റി മെമ്പേഴ്സിനെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാഥ കർത്താവേ, ഞങ്ങളെ പ്രസ്ഥാനത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇത് അനുഗ്രഹകരമായി തീരണമേ. ഇന്നത്തെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നാളത്തെ വാഗ്ദാനങ്ങളായി തീരുവാൻ സഭയ്ക്കും കുടുംബത്തിനും സമൂഹത്തിനും കൊള്ളാവുന്നവരായി അനുഗ്രഹിക്കപ്പെട്ട മക്കളായി ഈ വരുന്ന കാലഘട്ടത്തെ നയിക്കുവാൻ തക്കവണ്ണം ബുദ്ധിയും ജ്ഞാനവുമുള്ളവരായി, ദൈവാശ്രയമുള്ളവരായി, പരിശുദ്ധാത്മ നിറവുള്ളവരായി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അവിടുന്ന് എൻ്റെ മക്കളെ യോഗ്യരാക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വാഴ്ത്തണമേ. COVID-19 മഹാമാരി മൂലം പ്രയാസപ്പെടുന്ന എൻ്റെ മക്കളെല്ലാവരെയും അവിടുന്ന് കടാക്ഷിക്കണമേ. രാപകൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ സാമൂഹ്യ പ്രവർത്തകരെയും ഭരണകർത്താക്കളെയും അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലം ദുരിതമനുഭവിക്കുന്നവരെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ശ്രവിക്കുന്നവരെ അവിടുന്ന് വാഴ്ത്തണമേ. ദൂരസ്ഥരെയും സമീപസ്ഥരെയും സംരക്ഷിക്കണമേ. ഞങ്ങളെ വാങ്ങിപ്പോയിരിക്കുന്നവരെ അബ്രഹാമിൻ്റെ, സുഹാക്കിൻ്റെ, യാക്കോബിനും അടിയിൽ അവിടുന്ന് വസിപ്പിക്കണമേ. ബലഹീനമായ പ്രാർത്ഥന കേൾക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ.